ഓം ശാന്തി. 9/3/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ പാർത്താണ് സർവരുടെയും മംഗളം ചെയ്യുക. അതേപോലെ ബാബയ്ക്ക് സമാനം മംഗളകാരിയാകൂ. തൻ്റെയും സർവരുടെയും മംഗളം ചെയ്യൂ. ചോദ്യം: കുട്ടികളുടെ ഏതൊരു വിശേഷത കണ്ട് ബാബ്ദാദ വളരെയധികം സന്തോഷിക്കുന്നു? ഉത്തരം: ദരിദ്രരായ കുട്ടികൾ ബാബയുടെ യജ്ഞത്തിൽ 8 അണയും 1 രൂപയുമൊക്കെ അയച്ചു കൊടുക്കുന്നു. ബാബ ഇതിനു പകരമായി നമുക്ക് കൊട്ടാരം നൽകണം എന്ന് പറയുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഈ 1 രൂപ പോലും ശിവബാബയുടെ ഖജനാവിൽ ശേഖരിക്കപ്പെട്ടു. നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് കൊട്ടാരം ലഭിക്കും. കുചേലന്റെ ഉദാഹരണമുണ്ടല്ലോ. കൗടിയുടെ ചിലവ് പോലുമില്ലാതെ കുട്ടികളായി നിങ്ങൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. ബാബ ദരിദ്രരായ കുട്ടികളുടെ ഈ വിശേഷതയുടെ മേൽ വളരെയധികം സന്തോഷിക്കുന്നു. ഗീതം: നിന്നെ നേടിയ ഞങ്ങൾ മുഴുവൻ ലോകവും നേടി. ഓം ശാന്തി. മധുരമായ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബയിൽ നിന്നും ഇപ്പോൾ പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ പറയുന്നു, ബാബ, അങ്ങയുടെ ശ്രീമത്തനുസരിച്ച് നമ്മൾ അങ്ങിൽ നിന്നും വീണ്ടും പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാര്യമല്ല, കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. സുഖധാമത്തിൻ്റെ സമ്പത്ത് നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ നേടിക്കൊണ്ടിരിക്കുന്നു എന്നത് അറിയുന്നുണ്ട്. കൽപ്പകൽപ്പങ്ങളിൽ 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരും. തീർച്ചയായും നമ്മൾ പരിധിയില്ലാത്ത ബാബയിലൂടെ 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് നേടുന്നു. പിന്നീട് പതുക്കെ പതുക്കെ പാഴാക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ കളിയാണ്. കുട്ടികളായ നിങ്ങൾക്ക് ആദര ബഹുമാനങ്ങൾ ഉണ്ടാകുന്നു. ഡ്രാമയിൽ വളരെയധികം സുഖമുണ്ട് എന്നതും അറിയുന്നു. പിന്നീട് വന്ന് രാവണനിലൂടെ ദുഃഖവും നേടുന്നു. ഇപ്പോൾ നിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം വർധനവുണ്ടാകും. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു എന്നത് ഹൃദയത്തിൽ മനസ്സിലാകും. ആരെല്ലാം വന്ന് ജ്ഞാനം എടുക്കുമോ അവർ തീർച്ചയായും മനസ്സിലാക്കും. ഇപ്പോൾ ജ്ഞാനസാഗരനായ ബാബയിലൂടെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നേടിയിരിക്കുന്നു. ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം, പതീതരെ പാവനമാക്കുന്നവൻ, അതായത് മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും കൊണ്ടുപോകുന്നവൻ. ഇതും നിങ്ങൾ ഇപ്പോൾ അറിയുന്നു. ധാരാളം ഗുരുക്കന്മാരെ സ്വീകരിച്ചുവല്ലോ. ഒടുവിൽ ഗുരുക്കന്മാരെയും ഉപേക്ഷിച്ചു വന്ന് ജ്ഞാനം എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് അജ്ഞാനിയായിരുന്നു എന്നതറിയുന്നു. സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് തിരിയുന്നത്? ശിവബാബ, ബ്രഹ്മ, വിഷ്ണു, ശങ്കർ ആരാണ്? ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മനസ്സിലായി, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ വളരെ നല്ല ലഹരി കയറിയിരിക്കേണ്ടതാണ്. ബാബയെയും സൃഷ്ടിചക്രത്തെയും ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. അൽഫും ബേയും, അതായത് ബാബയും സമ്പത്തും. ബാബു മനസ്സിലാക്കിച്ചു തരുന്നു, ഇതിനു മുമ്പ് നിങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ലല്ലോ. ബാബയെയും ബാബയുടെ രചനയെയും അറിഞ്ഞിരുന്നില്ല. മുഴുവൻ സൃഷ്ടിയിലെയും മനുഷ്യർ ബാബയെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായിരിക്കുന്നു. ബാബ സർവ്വ കുട്ടികളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര അനേകം കുട്ടികളുണ്ട്, എത്ര സെൻറ്റേഴ്സ് ഉണ്ട്. ഇനി സെൻറ്റേഴ്സ് തുറക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല മുൻപ്. ഇപ്പോൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ബാബയിലൂടെ പതീതത്തിൽ നിന്നും പാവനമായിക്കൊണ്ടിരിക്കുന്നു എന്നതും അറിയുന്നു. മറ്റുള്ളവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഗുപ്തമാണ്. ബ്രഹ്മകുമാർ കുമാരി എന്ന് പറയുന്നു. പക്ഷേ ഇവരെ പഠിപ്പിക്കുന്നതാരാണ് എന്നത് മനസ്സിലാക്കുന്നില്ല.
ശാസ്ത്രങ്ങളിൽ എവിടെയും എഴുതിയിട്ടില്ല. അതേ ഗീതയുടെ ഭഗവാൻ ശിവൻ വന്ന് കുട്ടികളെ രാജയോഗം പഠിപ്പിച്ചു. ഇത് നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നുവല്ലോ. ഗീതയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ജ്ഞാനമാർഗം തികച്ചും വേറെയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. വിദ്യുത് മണ്ഡലിയിൽ നിന്നും ആരാണോ ശാസ്ത്രങ്ങളും മറ്റും പഠിച്ച് ടൈറ്റിൽ നേടുന്നത്, അതെല്ലാം ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. ഈ നോളജ് അവരിൽ ഇല്ല. ഇതാകട്ടെ ബാബ തന്നെ വന്ന് രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ നോളജ് നൽകുന്നു. ഇതാണെങ്കിൽ ബാബ വന്ന് നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, മുൻപ് നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു. ബുദ്ധിയിൽ മുഴുവൻ ചക്രവും വന്നു കഴിഞ്ഞു. തുടക്കത്തിൽ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. ദിനം പ്രതിദിനം ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം നല്ല രീതിയിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ എപ്പോൾ വന്നു? ആ ഒന്ന് ആരായിരുന്നു? ആരാണ് വന്ന് ഗീതയുടെ ജ്ഞാനം കേൾപ്പിച്ചത്? ഇതും ആർക്കും അറിയില്ല. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. ബുദ്ധിയിൽ മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനമുണ്ട്. എപ്പോൾ മുതലാണ് നമ്മൾ തോൽക്കുന്നത്? എപ്പോൾ വാമമാർഗത്തിൽ പോകുന്നു? എങ്ങനെ വാമമാർഗത്തിൽ പോകുന്നു? എങ്ങനെ പടികൾ ഇറങ്ങുന്നു? ഈ ചിത്രത്തിലും വളരെ സഹജമായി മനസ്സിലാക്കിച്ച് തന്നിട്ടുണ്ട്. 84 ജന്മങ്ങളുടെ പടികളുണ്ട്. എങ്ങനെയാണ് പടികൾ ഇറങ്ങുന്നത്, പിന്നെ കയറുന്നത്? പതീത പാവനൻ ആരാണ്? പതീതമാക്കിയത് ആരാണ്? ഇത് നിങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്. അവർ കേവലം പാടിക്കൊണ്ടിരിക്കുന്നു, പതീത പാവനൻ. രാവണ രാജ്യം എപ്പോൾ മുതൽ ആരംഭിച്ചു, പതീതം എപ്പോഴാണായത് എന്നത് മനസ്സിലാക്കുന്നില്ല. ഈ ജ്ഞാനം തന്നെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർക്ക് വേണ്ടിയാണ്. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിച്ചിരുന്നത്. ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബാബയ്ക്കല്ലാതെ ആർക്കും മനസ്സിലാക്കിച്ചു തരാൻ സാധിക്കില്ല. നിങ്ങളെ സംബന്ധിച്ച് ഒരു കഥ പോലെയാണ്. എങ്ങനെ രാജ്യം നേടുന്നു, എങ്ങനെ പാഴാക്കുന്നു, ആ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ പഠിക്കുന്നു. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. നമ്മൾ 84ൻ്റെ ചക്രം എങ്ങനെ കറങ്ങുന്നു. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നെ രാവണൻ രാജ്യം തട്ടിയെടുത്തു. ഈ നോളജ് ബാബ നൽകിയിരിക്കുന്നു. മനുഷ്യർ ദസറയുടെയും മറ്റും ഉത്സവം ആഘോഷിക്കുന്നു. പക്ഷേ യാതൊരു ജ്ഞാനവുമില്ല. നിങ്ങൾക്ക് ഈ ജ്ഞാനം ഇല്ലാതിരുന്നത് പോലെ ഇപ്പോൾ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ സന്തോഷത്തിലിരിക്കുന്നു. നോളജ് സന്തോഷം നൽകുന്നു. പരിധിയില്ലാത്ത നോളജ് ബുദ്ധിയിലുണ്ട്. ബാബ നിങ്ങളുടെ സഞ്ചി നിറച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ചി നിറച്ചു തരൂ എന്ന് പറയുന്നുവല്ലോ. ആരോടാണ് പറയുന്നത്? സാധു സന്യാസിമാരോടല്ല പറയുന്നത്. ഭോലാനാഥനായ ശിവനോടാണ് പറയുന്നത്. ആ ഒന്നിൽ നിന്ന് തന്നെയാണ് ഭിക്ഷ യാചിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് അതിരില്ല. നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകണം. ബുദ്ധിയിൽ എത്ര നോളജ് വന്നു കഴിഞ്ഞു. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. അതിനാൽ ഇപ്പോൾ തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. സർവരുടെയും മംഗളം ചെയ്യണം. മുൻപാണെങ്കിൽ അന്യോന്യമുള്ള അമംഗളം തന്നെയാണ് ചെയ്തിരുന്നത്. കാരണം ആസുരീയ മതമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രീമത്തിലാണ്. അപ്പോൾ തൻ്റെയും മംഗളം ചെയ്യണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഈ പരിധിയില്ലാത്ത പഠനം നമ്മൾ പഠിക്കട്ടെ, സെൻറ്റേഴ്സ് തുറക്കട്ടെ. പറയുന്നു, ബാബ എക്സിബിഷൻ തരൂ, പ്രൊജക്ടർ തരൂ, നമ്മൾ സെൻറ്റർ തുറക്കട്ടെ. നമുക്ക് ഏതൊരു നോളജാണോ ലഭിച്ചത് അതിലൂടെ പരിധിയില്ലാത്ത സന്തോഷത്തിൻ്റെ രസം കയറി അത് മറ്റുള്ളവർക്കും അനുഭവമുണ്ടാക്കിക്കട്ടെ. ഡ്രാമ അനുസരിച്ച് ഈ പുരുഷാർത്ഥവും നടന്നു വരുന്നു. ബാബ വന്നിരിക്കുകയാണ് ഭാരതത്തെ വീണ്ടും സ്വർഗമാക്കുവാൻ. നിങ്ങൾക്കറിയാം, നമ്മൾ മുൻപ് നരകവാസിയായിരുന്നു, ഇപ്പോൾ സ്വർഗവാസി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ചക്രം നിങ്ങളുടെ ബുദ്ധിയിൽ സദാ തിരിഞ്ഞുകൊണ്ടിരിക്കണം. അതിലൂടെ നിങ്ങൾ സദാ സന്തോഷത്തിലിരിക്കൂ.
മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെയും ലഹരി ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ബാബയിൽ നിന്നും നോളജ് എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മറ്റ് സഹോദരി സഹോദരന്മാർ അറിയുന്നില്ല, അവർക്കും വഴി പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ്. ബാബയുടെ പാർട്ട് സർവരുടെയും മംഗളം ചെയ്യുക എന്നതാണ്. അതുപോലെ നമ്മുടെയും പാർട്ടാണ് സർവരുടെയും മംഗളകാരിയാവുക. ബാബ മംഗളകാരിയാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ തൻ്റെയും മംഗളം ചെയ്യണം, മറ്റുള്ളവരുടേതും ചെയ്യണം. ബാബ പറയുന്നു, നിങ്ങൾ ഇന്ന സെൻറ്ററിലേക്ക് പോകൂ, പോയി സർവീസ് ചെയ്യൂ. ഒരു സ്ഥാനത്തിരുന്ന് സർവീസ് ചെയ്യരുത്. ആര് എത്ര സമർത്ഥരാണോ അത്രയും നമ്മൾ സർവീസ് ചെയ്യട്ടെ എന്ന താല്പര്യം അവർക്കുണ്ടാകും. ഇന്നയാൾ പുതിയ സെൻറ്റർ തുറന്നിരിക്കുന്നു. ആരെല്ലാമാണ് സർവീസബിൾ, ആരെല്ലാമാണ് ആജ്ഞാകാരി, വിശ്വസ്തർ, ആജ്ഞാനുവർത്തികൾ, ഇത് അറിയുന്നുണ്ട്. അജ്ഞാനകാലത്തിലും കുപുത്രരിൽ പിതാവ് അതൃപ്തമാകുന്നു. ഈ പരിധിയില്ലാത്ത ബാബ പറയുന്നു, ഞാൻ തികച്ചും സാധാരണ രീതിയിലാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇതിൽ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇതാകട്ടെ ആര് ചെയ്യുമോ അവർ നേടും. ശാപത്തിൻ്റെയോ അതൃപ്തമാകുന്നതിൻ്റെയോ കാര്യമില്ല. ബാബു മനസ്സിലാക്കിച്ചു തരുന്നു, എന്തുകൊണ്ട് നല്ല സർവീസ് ചെയ്ത് തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്തുകൂടാ. എത്രത്തോളം ആര് വളരെ പേരുടെ മംഗളം ചെയ്യുന്നുവോ അത്രയും ബാബയും സന്തോഷിക്കും. പൂന്തോട്ടത്തിൽ ബാബ നോക്കും, ഈ പുഷ്പം എത്ര നല്ലതാണ്. ഇത് മുഴുവനും പൂന്തോട്ടമാണ്. പൂന്തോട്ടത്തെ കാണുന്നതിനായി പറയുന്നു, ബാബ നമ്മൾ സെൻറ്ററുകളിൽ ചുറ്റി സഞ്ചരിക്കട്ടെ. എങ്ങനെയെല്ലാമുള്ള പുഷ്പങ്ങളാണ്, എങ്ങനെയെല്ലാം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്നതിലൂടെ അറിയാൻ കഴിയും. എത്ര സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. ബാബയോടും വന്ന് പറയുമായിരുന്നു, ബാബ ഇന്നയാൾക്ക് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുത്തു. ഇന്ന് തൻ്റെ പതിയെയും സഹോദരനെയും കൊണ്ടുവന്നിരിക്കുന്നു. മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ബാബ വന്നു കഴിഞ്ഞു. ആ ഒന്ന് എങ്ങനെയാണ് വജ്രതുല്യ ജീവിതമുണ്ടാക്കുന്നത്? കേൾക്കുമ്പോൾ നമ്മളും കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കുട്ടികളിൽ ഉന്മേഷം വരുന്നു, കൊണ്ടുവരികയും ചെയ്യുന്നു. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും അറിയേണ്ടതാണ്. നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യുവാൻ സാധിക്കും. ഭാരതം മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നു. ഇപ്പോൾ എന്തവസ്ഥയാണ്? സത്യയുഗത്തിലും ത്രേതായിലും എത്ര സുഖമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ബാബ വിശ്വത്തിൻ്റെ അധികാരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതും നിങ്ങൾ അറിയുന്നു. ലോകത്തിൽ പിന്നീട് വളരെയധികം കോലാഹലങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. യുദ്ധം അവസാനിക്കുകയൊന്നുമില്ല. എവിടെയെങ്കിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. എവിടെ നോക്കിയാലും അവിടെ വഴക്കുകൾ തന്നെയാണ്. എത്ര സംഘർഷങ്ങൾ നടക്കുകയാണ്. വിദേശത്തും എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നില്ല. എത്ര കൊടുങ്കാറ്റ് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനും മരിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ദുഃഖത്തിൻ്റെ ലോകമാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ ദുഃഖത്തിൻ്റെ ലോകത്തിൽ നിന്നും ഇതാ പോയിക്കഴിഞ്ഞു. ബാബ ധൈര്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് മോശമായ ലോകമാണ്. അല്പം ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ വിശ്വത്തിൻ്റെ മേൽ ശാന്തിയോടെ രാജ്യം ഭരിക്കും. ഇതിൽ സന്തോഷമുണ്ടാകേണ്ടതാണല്ലോ. സെൻറ്റേഴ്സ് തുറന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, സെൻറ്റർ തുറക്കുന്നു. ബാബ എഴുതുകയാണ്, ഇപ്പോൾ നല്ല നല്ല കുട്ടികൾ പോകണം. ആരാണോ ഹൃദയത്തിൽ കയറിയിരിക്കുന്നത് അവരുടെ പേരുകളും എഴുതി നൽകുന്നു. വളരെ പേരുടെ മംഗളം നടക്കുന്നു. ബാബ നമ്മളാണെങ്കിൽ ബന്ധനസ്ഥരാണ് എന്ന് വളരെ പേർ എഴുതുന്നു. നല്ല സെൻറ്റർ തുറക്കുകയാണെങ്കിൽ വളരെ പേർ വന്ന് സമ്പത്ത് നേടുമായിരുന്നേനെ. ഇതെല്ലാം വിനാശമാകേണ്ടവയാണ് എന്നതും അറിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വളരെ പേരുടെ മംഗളാർത്ഥം കാര്യത്തിൽ ഉപയോഗിച്ചുകൂടാ? ഡ്രാമയിൽ അവർക്ക് ഇങ്ങനെയുള്ള പാർട്ടാണ്. ഓരോരുത്തരും തങ്ങളുടേതായ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ദയവ് തോന്നുന്നു. മറ്റുള്ളവരെയും ബന്ധനമുക്തമാകാൻ അല്പമൊന്ന് സഹായിക്കട്ടെ. അവരും സമ്പത്ത് നേടട്ടെ. ബാബയ്ക്ക് എത്ര ചിന്തയുണ്ടായിരിക്കുന്നു. എല്ലാവരും
കാമചിതയിൽ എരിഞ്ഞ് മരിച്ചിരിക്കുന്നു. മുഴുവനും ഖബ്രിസ്ഥാൻ, അതായത് ശ്മശാനമായിരിക്കുന്നു. അള്ളാഹു വന്ന് ഖബ്രിസ്ഥാനിൽ നിന്നും ഉണർത്തി സർവരെയും കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുമുണ്ട്. രാവണൻ എങ്ങനെയാണ് തോൽപ്പിച്ചത് എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല. നമ്മൾ രത്നവ്യാപാരിയാണ്, ലക്ഷാധിപതിയാണ്, ഇത്രയും കുട്ടികളുണ്ട് എന്ന് ലഹരി ഉണ്ടായിരിക്കുന്നുവല്ലോ. ഇപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മൾ പൂർണ്ണമായും പതീതമായിരുന്നു. പഴയ ലോകത്തിൽ എത്ര തന്നെ ലക്ഷാധിപതിയോ കോടിപതിയോ ആണെങ്കിലും ഇതെല്ലാം കവടിക്ക് തുല്യമാണ്. ഇതെല്ലാം പോയി കഴിഞ്ഞു. മായയും എത്ര പ്രബലമാണ്. ബാബു പറയുന്നു, കുട്ടികളെ സെന്റർ തുറക്കൂ, വളരെ പേരുടെ മംഗളമുണ്ടാകും. ദരിദ്രർ വേഗം ഉണരുന്നു, ധനികർ ഉണരുന്നത് അല്പം പ്രയാസമാണ്. തൻ്റെ സന്തോഷത്തിൽ തന്നെ ലഹരി പിടിച്ചിരിക്കുന്നു. മായ പൂർണ്ണമായും അതിൻ്റെ വശത്താക്കിയിരിക്കുകയാണ്. മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ എങ്ങനെ ഉപേക്ഷിക്കും? ഇവരെ പോലെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും എന്ന ഭയം തോന്നുന്നു. ഭാഗ്യത്തിലില്ലെങ്കിൽ നടക്കുവാൻ സാധിക്കില്ല. മോചനം നേടുന്നത് പ്രയാസമാണ് എന്നതുപോലെയാണ്. ആ സമയത്ത് വൈരാഗ്യം വരുന്നു. തീർച്ചയായും മോശമായ ലോകമാണ്. പിന്നെ അവിടെ ഉള്ളത് അവിടെ തന്നെ ഇരിക്കുന്നു. കോടിയിൽ ചിലരാണ് വരുന്നത്. ബോംബെയിൽ 100 കണക്കിന് പേർ വരുന്നു. ചിലർക്കൊക്കെ നിറം പതിയുന്നു. ഭാവിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് മനസ്സിലാക്കുന്നു. കൗടിക്ക് പകരം നമുക്ക് വജ്രം ലഭിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നുവല്ലോ. ബാഗേജസ് എല്ലാം സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ. അവിടെ 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് രാജ്യഭാഗ്യം ലഭിക്കും. ചിലരൊക്കെ 1 രൂപയോ 8 അണയോ അയച്ചു കൊടുക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളുടെ 1 രൂപ പോലും ശിവബാബയുടെ ഖജനാവിൽ ശേഖരിക്കപ്പെട്ടു. നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് കൊട്ടാരം ലഭിക്കും. സുദാമയുടെ കുചേലന്റെ ഉദാഹരണമുണ്ടല്ലോ. ഇങ്ങനെയുള്ളവരെ കണ്ട് ബാബയ്ക്ക് വളരെ സന്തോഷമുണ്ടാകുന്നു. യാതൊരു ചിലവുമില്ലാതെ കുട്ടികളായ നിങ്ങൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നു. യുദ്ധവും മറ്റുമൊന്നുമില്ല. അവർ ഒരൽപ്പം കഷ്ണത്തിന് വേണ്ടി പോലും എത്ര യുദ്ധം ചെയ്യുന്നു. നിങ്ങൾ കേവലം പറയുന്നു മന്മനാഭവ. ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. സന്തോഷത്തിലിരിക്കൂ. ആഹാരപാനീയവും ശുദ്ധമാക്കി വെക്കണം. നിങ്ങൾക്കറിയാം നമ്മുടെ ആത്മാവ് എവിടം വരെ പവിത്രമായിട്ടുണ്ട്. അത് പിന്നീട് പോയി പ്രിൻസിന്റെ ജന്മമെടുക്കും. മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിന്റെ അവസ്ഥ തികച്ചും മോശമാകേണ്ടതുണ്ട്. കഴിക്കുവാൻ ഭക്ഷണം ലഭിക്കില്ല. അപ്പോൾ പുല്ല് ഭക്ഷിക്കുവാൻ തുടങ്ങും. പിന്നെ വെണ്ണയില്ലാതെ നമുക്ക് കഴിയാൻ സാധിക്കില്ല എന്ന് പറയില്ല. യാതൊന്നും ലഭിക്കുകയില്ല. ഇപ്പോൾ പോലും എത്ര സ്ഥാനങ്ങളിൽ മനുഷ്യർ പുല്ല് ഭക്ഷിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളാണെങ്കിൽ വളരെയധികം ആഹ്ലാദത്തിൽ ബാബയുടെ വീട്ടിലിരിക്കുകയാണ്. വീട്ടിൽ ബാബ ആദ്യം കുട്ടികളെയാണല്ലോ കഴിപ്പിക്കുന്നത്. ലോകം വളരെ മോശമാണ്. ഇവിടെ നിങ്ങൾ വളരെയധികം സുഖമുള്ളവരായി ഇരിക്കുന്നു. കേവലം ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. മുന്നോട്ട് പോകുമ്പോൾ സ്വയമേ വരും. ഭാഗ്യമുണരും. ഉണരണമല്ലോ. പരിധിയില്ലാത്ത രാജധാനി സ്ഥാപിതമാകേണ്ടതുണ്ട്. ഓരോരുത്തരും കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ പുരുഷാർത്ഥം ചെയ്യുന്നു. കുട്ടികളാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലിരിക്കേണ്ടതാണ്. ബാബ്ദാദയുടെ ചിത്രം കാണുമ്പോൾ തന്നെ സന്തോഷത്താൽ രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. ആ സന്തോഷത്തിൻ്റെ രസം സ്ഥായിയായി നിലനിൽക്കണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ അപാര സന്തോഷത്തിൽ ഇരിക്കുന്നതിനായി പരിധിയില്ലാത്ത നോളജ് ബുദ്ധിയിൽ വയ്ക്കണം. ജ്ഞാനരത്നങ്ങളാൽ തൻ്റെ സഞ്ചി നിറച്ച് തൻ്റെയും സർവരുടെയും മംഗളം ചെയ്യണം.
നോളജിൽ വളരെ വളരെ സമർത്ഥനാകണം. ഭാവിയിലെ 21 ജന്മങ്ങളിലെ രാജ്യഭാഗ്യത്തിൻ്റെ അധികാരം നേടുന്നതിനായി തൻ്റെ ബാഗേജസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. ഈ മോശമായ ലോകത്തിൽ നിന്നും മോചനം നേടുന്നതിൻ്റെ യുക്തി രചിക്കണം. വരദാനം: ഒരു ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരുന്ന് സദാ കയറുന്ന കല അനുഭവിക്കുന്ന സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. സേവനത്തിൽ അഥവാ സ്വയം തൻ്റെ കയറുന്ന കലയിൽ സഫലതയുടെ മുഖ്യ ആധാരമാണ് ഒരു ബാബയോടുള്ള മുറിയാത്ത സ്നേഹം. ബാബയല്ലാതെ മറ്റൊന്നും കാണപ്പെടരുത്. സങ്കല്പത്തിലും ബാബ, വാക്കുകളിലും ബാബ, കർമ്മത്തിലും ബാബയുടെ കൂട്ടുകെട്ട്. ഇങ്ങനെയുള്ള ലവ്ലീൻ ആയ ആത്മാവ് ഒരു വാക്ക് പറഞ്ഞാൽ പോലും അവരുടെ സ്നേഹത്തിൻ്റെ വാക്കുകൾ മറ്റ് ആത്മാക്കളെയും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ലവ്ലീൻ ആയ ആത്മാവിൻ്റെ ഒരു ബാബ എന്ന വാക്ക് പോലും ഇന്ദ്രജാലത്തിൻ്റെ കാര്യം ചെയ്യുന്നു. അവർ ആത്മീയ ഇന്ദ്രജാലക്കാരായി മാറുന്നു. സ്ലോഗൻ: ആരാണോ അന്തർമുഖിയായി ലൈറ്റ് മൈറ്റ് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവർ തന്നെയാണ് യോഗി ആത്മാവ്. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവുമായിരിക്കൂ. താങ്കൾക്ക് ഏതൊരു ഡ്യൂട്ടി ലഭിച്ചിരിക്കുകയാണോ അതിൽ സദാ ആക്യുറേറ്റ് ആയിരിക്കൂ. ആരാണോ ഡ്യൂട്ടിയിൽ ആക്യുറേറ്റ് ആയിരിക്കുന്നത് അവരെ എല്ലാവരും വിശ്വസ്തർ അഥവാ ഫെയ്ത്ത്ഫുൾ ആണ് എന്ന ദൃഷ്ടിയിലൂടെ നോക്കുന്നു. ഇവിടെയും ആരാണോ ആക്യുറേറ്റായി സേവനത്തിൽ ഇരിക്കുന്നത് അവർ തന്നെയാണ് ബാബയുടെ ഫെയ്ത്ത്ഫുൾ ആയവർ. ഒന്നാണ് ബാബയിൽ പൂർണ്ണമായ ഫെയ്ത്ത്, രണ്ടാമത്തേതാണ് ബാബയോടൊപ്പം സേവനത്തിലും ഫെയ്ത്ത്ഫുൾ. ഇങ്ങനെയുള്ള ഫെയ്ത്ത്ഫുൾ നിശ്ചയബുദ്ധി കുട്ടികൾ സദാ വിജയിയും നിശ്ചിന്തവും ആയിരിക്കുന്നു. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം
ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കൽപ്പം ഞാൻ അവരിലേക്ക് അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.